വെൽക്കം ബാക്ക് ടു പെറ്റ്സ് ഹൗസ്. പെറ്റ്സ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമുക്ക് പ്രതീക്ഷിക്കാണ്ട് ഒരാളെ അതിഥിയെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ കുക്കുറുവിൻ്റെ കുട്ടിയാണ്. കുക്കുറിൻ്റെ കുട്ടീനെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളി. കാണിച്ചു കൊടുക്കണം അടുത്തേക്ക്. ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് 2 എണ്ണം ഉണ്ട്. ഇതാക്കണം, ഒന്നത് ചെറിയ കുട്ടികളാണ്. അത് ഒരു കഴുങ്ങ് വീണപ്പോൾ അതിൻ്റെ പൊത്തിലുണ്ടായതിനാണ്. അപ്പോൾ നമുക്ക് കിട്ടിയല്ല, വേറെ ആൾക്ക് കിട്ടിയാണ്. നമുക്ക് ഇങ്ങോട്ട് തന്നാൽ കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ നമ്മളെ കുട്ടികൾക്ക് അൺഫീഡ് ചെയ്യണവർക്ക് അതേ ഫുഡ് ഇവർക്ക് കൊടുക്കുകയാണ്. അത് നല്ല കഴിക്കുന്നുണ്ട് കേട്ടോ, നല്ലോണം കഴിക്കുന്നുണ്ട്. ഇവനക്കിപ്പോൾ ഞാൻ ഫുഡ് കൊടുത്തിട്ടോ. ഫുഡ് കൊടുത്തിട്ട് ഇതാക്കണേ, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കണേ. നല്ല കൊടുത്തിക്കണം. ഈ ഒരു സിറിഞ്ചിനൊരു ഫുൾ സിറിഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവനക്ക് എനിക്ക് തലയൊന്നും ഇങ്ങനെ പൊന്തുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് തലയൊക്കെ ഇങ്ങനെ നല്ല നീർത്തി പിടിക്കാൻ തുടങ്ങി. നമ്മൾ പറക്കാനായാലും നമ്മളെന്താക്കും, വിടുകയും ചെയ്യും. ഓരോ സിറിഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. നല്ല കാണിയാണല്ലേ. കാലിങ്ങനെ അടുത്ത് വെക്ക്. കാലിനെന്തോ ഒരു കുഴപ്പമുണ്ടോ? പിന്നെ ഇതിൻ്റെ കാലിനെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ഈ കാലിനെന്തോ ഒരു ചെറിയ കുഴപ്പമുണ്ട്. അപ്പോൾ നമുക്ക് ഇതാക്കണേ, 2 ആളും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട്. നമ്മൾ കുക്കറു എന്ന് പറയുന്ന സാധനം കേട്ടത്. അതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല. പക്ഷെ ഇതിങ്ങനെ കിട്ടിയപ്പോൾ ഏറ്റവും പറക്കാനായി നമുക്ക് വിടുമാണ് കേട്ടോ. നമുക്ക് നമ്മൾ ആ ചോട്ടൂനെ മിട്ടൂനൊക്കെ ഒന്ന് കാണിച്ചു തരാം തന്നെ. അപ്പോൾ നമ്മൾ ചോട്ടൂനൊക്കെ നമുക്ക് ഫുഡ് കൊടുക്കാം കേട്ടോ. ഫുഡ് ഇപ്പോൾ ആൻഫീഡായിട്ട് ഇങ്ങനെ ഫ്രിഞ്ചിൽ വെച്ച് കൊടുത്ത് അങ്ങനെ കുടിപ്പിക്കില്ല. ഈ പട്ടികമലൊക്കെ ഇങ്ങനെ കൊണ്ട് വെച്ച് കൊടുത്തിട്ട് ഒരു വേണ്ടപ്പോൾ വന്ന് കുടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ കൊടുക്കല് കേട്ടോ. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കും. ഒരാവശ്യമുള്ളവർ വന്നിട്ട് കൊത്തി തിന്നോളൂ. മറ്റേത് ശീലമായി പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്ര മതി. ഞാനിങ്ങനെ വേണ്ട ഇങ്ങനെ കുറച്ച് കൊത്തി ഇങ്ങനെ തിന്നോ കേട്ടോ. പക്ഷേ നമ്മൾ ശരിക്കും ഒന്ന് കാണിച്ചു തരാം. ഇതന്നെ നമ്മളെ ഇത് ചോട്ടുൻ്റെ കൂട്ടിന് എന്താ പേരൊന്നും ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ അവർക്ക് ബ്രീഡിങ് കേജ് സെറ്റ് ചെയ്തിട്ടുണ്ടേ. കയറുമോ എന്താവും എന്നൊന്നും അറിയില്ല. ഇന്ന് സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നോക്കുന്നൊക്കെ ഉണ്ട്. അതുപോലെ മാറ്റിംഗ് ഒക്കെ നടക്കുന്നതായി കണ്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ മിട്ടു, കോക്കു. പിന്നെ ഇത് അന്നത്തെ കുട്ടികളാണ് കേട്ടോ, ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ. പിന്നെ ഇതിൽ നമ്മൾ ഒരു കേജും കൂടി വെച്ചിട്ടുണ്ട്. ഒരു കോക്ടെയിൽ നിന്ന് കയറി സെറ്റാകുകയാണെങ്കിൽ ഒരു കേജും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ അന്നത്തെ 5 മുട്ട ഉണ്ടായത് ഒക്കെ കംപ്ലൈൻ്റ് ആയിപ്പോയി. ഞാനെടുത്ത് അത് അന്ന് ഇടിവെട്ടിയിൽ കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ എടുത്തിട്ട് ഒഴിവാക്കി. എന്നിട്ട് ഇപ്പോൾ പുതിയ മുട്ട 2 എണ്ണം ഇപ്പോൾ നേരത്തെ നോക്കിയപ്പോൾ 2 മുട്ട ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ ടുട്ടുനെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ടുട്ടുനെ നമ്മൾ ഒഴിവാക്കി. നമ്മളെ കൂടിലെല്ലാം കടിച്ച് ഇതാക്കണം. ഈ കൂടൊക്കെ ഫുള്ള് കടിച്ച് നല്ല ഇണക്കവും നമ്മളെ കയ്യൊക്കെ വെച്ച് കൊടുത്താൽ നമ്മളെ കൈമൊക്കെ ഓടി വരുന്ന ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാലും
നമ്മൾ ഒഴിവാക്കിയേനെ. നമുക്ക് എല്ലാം കൂടി അതിലായിട്ട് ഇനിയിപ്പോൾ ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ കുട്ടികളെ നാളെ കൊണ്ടുപോകാൻ മൂപ്പരെ കൂടുള്ള ഞാൻ ഈ കുട്ടീനെ കൊണ്ടുപോയ കൂടുള്ള ആൾ തന്നെ വരും കേട്ടോ. അപ്പോൾ അതിനെയും കൂടി നമ്മൾ കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഗപ്പീസൊക്കെ ഇങ്ങനെ കുളത്തിലുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് നല്ല വെള്ളമൊക്കെ ആയി ഇങ്ങനെ നല്ല വൃത്തിയുള്ള വെള്ളമൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുക. നമ്മൾ ഒരു ഫിഞ്ചസ് ഉണ്ടായിരുന്നു, ബംഗാൾ ഫിഞ്ചസ്. ആ ഫിഞ്ചസിനെ എന്താക്കണ് നമ്മളെ ചോട്ട് നല്ലോണം അറ്റാക്ക് ചെയ്ത് ചെയ്തിട്ട് അതിന് ചെറിയൊരു പരിക്കൊക്കെ ഉണ്ട്. ചെറിയ പരിക്കുള്ളൂ, പറക്കുന്നൊക്കെ ഉണ്ട്. ഉഷാറായിക്കണം ഇപ്പോൾ മാറ്റിയിട്ടപ്പോൾ. നമുക്ക് നമ്മളെ മറ്റേ ആദ്യത്തെ ഫിഞ്ചസിൻ്റെ കൂടെ വലിയ കൂട്ടിലേക്ക് ഇടാം. അപ്പോൾ അതിനെ ഒന്നും കൂടി നാളെ നോക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിലാണ് കിട്ടണത് നമുക്ക്. ഈ കോക്ടെയിൽ നമ്മളെ ഈ കൂട്ടിലൊന്ന് കയറി സെറ്റായിട്ടുണ്ടെങ്കിൽ അതായത് ഇതിപ്പോൾ എന്തായാലും നാളത്തോടെ സെറ്റാവും കേട്ടോ. അതിലിപ്പോൾ കയറിയിട്ട് നാളത്തോടെ ഇവർ കയറി നാളെ സെറ്റാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ 2 ഫിഞ്ചസ് ഇതിലുണ്ട്. ബംഗാൾ ഫിഞ്ചസ് 2 ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് ചത്തുപോയി. ഒന്നിനെ ഷോട്ട് നല്ല അറ്റാക്ക് ചെയ്തു. അപ്പോൾ എന്താ വെച്ചാൽ ചിലപ്പോൾ റീഡിങ്ങിൻ്റെ സമയത്ത് വേറെ ഒന്നും കൂട്ടിലുണ്ടാകാണ്ടിരിക്കാനായിരിക്കും. പിന്നെ നമ്മൾ അലിഗേറ്ററിൻ്റെ കുളമാണ് കേട്ടോ. അലിഗേറ്ററിൽ നിന്ന് 20 ഗോൾഡ് ഫിഷിനെ ഞാൻ കൊണ്ടുപോയിട്ട് കൊടുത്തതാണ്. അതിലിപ്പോൾ 5-8 ബാക്കിയുള്ളൂ. നോക്കിയാൽ തന്നെ കാണാം. 4, 5, 6, 7, 8, 9, 10 ബാക്കിയുണ്ട്. 10 എന്തായാലും അടിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും കാണുന്നില്ല. 10 കാണുന്നുണ്ട്. 10 എന്തായാലും അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ. നമുക്കൊരു ഇങ്ങനെ കിളിക്കുട്ടികളൊക്കെ കിട്ടിയപ്പോൾ അങ്ങനെ ചെറുതായിട്ടൊന്ന് വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മളെ കുക്കുറുവിൻ്റെ കുട്ടികൾ ഇതാക്കണ്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മളെ കുട്ടികളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളെ ഇതിന് ശരിക്കും എന്താ പേര് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.